പക്ഷെ വേറെ കാരണം കേട്ടോ, അസ്കറിന്റെ ഫൈറ്റും നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുണ്ട്. നല്ല ഫൈറ്റ്. സാറ് മാർഷൽ ആർട്ട് ഇത് പഠിച്ചതുകൊണ്ടും സാർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ടെക്നിക്കൽ പരമായിട്ട് പറഞ്ഞു തരും. അസ്കർ ഇങ്ങനെയാണ് ഫൈറ്റിന്റെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കിട്ടത്തില്ലല്ലോ. പിന്നെ അങ്ങനെ ഒരുപാട് സാറ് ഇങ്ങനെ ഇല്ലൊക്കെയാണ്, ഇങ്ങനെ ചെയ്യണം, ഇതാണ് ഇതിന്റെ സ്റ്റൈല്. സാർ ഒരുപാട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിലാണ് ക്യാമറ കാര്യങ്ങൾ. അപ്പൊ എങ്ങനെ പോകും, എങ്ങനെയാണ് മൂവ്മെന്റ്സ് എന്നൊക്കെ ഒരുപാട് സാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് വഴക്ക് പറയത്തില്ല സാർ, ഇങ്ങനെ ഒരു സ്നേഹത്തോട്ടത്തിലുണ്ടാവും. നല്ല ഔട്ട്, സാറിന് ഔട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷമാണ് എല്ലായിടത്തും പറയുന്നത്. സാറ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു പല കാര്യങ്ങളും. ഇപ്പൊ പോലീസ് ഫസ്റ്റാണ് പോലീസ് ഓഫീസറായിട്ട് യൂണിഫോം ധരിക്കുന്നത്. ഇവർ രണ്ടുപേരും നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പൊ സാറിനോട് ഇങ്ങനെയാണ് നടക്കേണ്ടത്, എന്താണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ്. എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു സാറാണ്. അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷം. ഗോകുലിന്റെ എന്ത് ഇടപെട്ടായിരുന്നു? അല്ല, നോട്ടത്തിലില്ലെങ്കിൽ ആക്ഷൻ പറയുമ്പോൾ മനസ്സിലാകും, മനസ്സിലാകും ഡയറക്ടറിന്റെ മനസ്സിലാകുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ വേർഡിൽ നമുക്ക് മനസ്സിലാവും ഇത് വർക്കായിട്ടില്ല അല്ലെങ്കിൽ വർക്കായെന്ന് മനസ്സിലാവില്ലേ. ഈ നേരത്തെ പറഞ്ഞ തമാശക്ക് പറഞ്ഞ അല്ലാന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിൽ നിന്ന് പറഞ്ഞ ഒത്തിരി നിങ്ങൾ ശ്രമിച്ച ആളുകളാണ് രണ്ടുപേരുടെ. ഈ രാവിലെ അല്ല സ്വന്തം പറഞ്ഞാൽ പോരെ. എന്ത് വഴക്കിട്ടുണ്ടോ? വഴക്കിട്ടാരല്ല, പിന്നെ ഫൈറ്റ് ചെയ്താ വന്നെന്ന്. അതെല്ലാരും ഫൈറ്റ് ചെയ്തല്ലേ. എല്ലാവരും ഫൈറ്റ് ചെയ്യാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. സിനിമയാണ്, അത്രേ ഉള്ളൂ. സിനിമയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും എല്ലായിടത്തും ഫൈറ്റ് ചെയ്ത് പറ്റൂ. പക്ഷെ കഷ്ടപ്പെട്ട് വരാൻ അല്ലേ, അല്ലാതെ നമുക്ക് ഈസി വേയിലൊന്നും നടക്കത്തില്ല. ഒന്നും നടക്കില്ല, അത് അറിയാമല്ലോ. അതിന്റെ ഒരുപാട് ഇതില് അല്ലേ എല്ലാവരും കഷ്ടപ്പെട്ടു. എല്ലാവരും വർക്ക് ചെയ്ത് എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റുകളും വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ഭയങ്കര സംഭവം എന്നല്ല പറയാം. എല്ലാവരും ജോലി മാക്സിമം. ഇപ്പൊ നിങ്ങൾ മൂന്നുപേരും സുഖേട്ടനോട് ആദ്യമായിട്ടല്ല കൂടുന്നത്? ഞാൻ സുഖേട്ടനെ കണ്ട് ആദ്യമായിട്ട് ഇവർ വിവാഹിതരായ ലൊക്കേഷൻ സുഖേട്ടൻ വന്നപ്പോൾ ഇവർ വിവാഹിതരായ സജീവ്. ഞാൻ അതില് മറ്റേ ജയസൂര്യയുടെ ഫ്രണ്ടായിട്ട് അഭിനയിച്ചു. അപ്പൊ സുഖേട്ടൻ വന്നപ്പോൾ അന്നാണ് ആദ്യമായിട്ട് സുഖേട്ടനെ കാണുന്നത്. അല്ലേ, അന്ന് ആ കാലം അല്ലേ. മമ്മൂക്കാടൊക്കെ കൂടെ എത്രയോ കഥാപാത്രങ്ങളുടെ ക്യാമറ ഏൽപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ മമ്മൂക്കാക്ക് വെക്കുന്ന ഷോട്ടുകളും ലാലേട്ടന് വെക്കുന്ന ഷോട്ടുകളൊക്കെ നമുക്ക് കിട്ടിയത് വിശ്വസിക്കുന്നത്. അവിടെ ആർട്ടിസ്റ്റേ ഉള്ളൂ. അവിടെ മമ്മൂക്ക അവർക്ക് കൊടുത്ത ഷോട്ട് ക്യാമറ ഫ്രെയിം ആണല്ലേ. കിട്ടിയ ഫ്രെയിംസുകളെ നമുക്ക് അവര് ആ പുള്ളി കാണുന്ന വ്യൂ ഫൈൻഡറിലൂടെ അവരെ കാണുന്ന അതേ വ്യൂ ഫൈൻഡർ നമ്മളെയും കൂടെ കണ്ടു എന്നുള്ള വേർതിരിവില്ലാതെ. അതാണ്. അല്ല, അതിൽ വേറൊരു കാര്യം വെച്ചാൽ അത് അവരുടെയും കൂടെ ഒരു ഗ്രേറ്റ്നെസ്. കാരണം അത്രയും അവരോടുള്ള ആരാധന ഇവർക്കും ഉണ്ട്, ആൾക്കാർക്കും ഉണ്ടെന്നുള്ളതാണ്. നമുക്കൊക്കെ ചെയ്യുന്നതല്ലേ, നമ്മളൊക്കെ ആരാധിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അതിന്റെ ഒരു മെച്ചമാണ് ഈ പറയുന്നതിന്റെ റിഫ്ലക്ഷൻ ആക്ച്വലി. അതെ. ഈ രാവിലെ പറഞ്ഞതുപോലെ മലയാള സിനിമയ്ക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമ നമ്മൾ തേടിപ്പോകേണ്ട നിലയിലേക്കാണ് അന്നും ഇന്നും. അതെ, പക്ഷെ ഇപ്പൊ കൂടുതൽ നമ്മൾ തേടിപ്പോകണം. ഒന്നല്ലെങ്കിൽ അടുത്ത ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. നിങ്ങൾ രാഹുലിന് നല്ല കഥാപാത്രം കിട്ടാറുണ്ട്, പക്ഷെ കൂടുതലും പുറത്തായിരിക്കും. അങ്ങനെയൊക്കെ ഒരു വിഷയം മലയാള സിനിമയ്ക്ക് ബാധിക്കുന്നുണ്ടോ? എനിക്കങ്ങനെ രാഹുൽ ഇവിടെ ലോക്കലൈസ്ഡ് അല്ലാത്തതുകൊണ്ട്, ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് ഇല്ല സാർ, ഇല്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. നേരെ മറിച്ച് എനിക്ക് ഐ ബീൻ വെരി ലക്കി എന്ന് തോന്നുന്നു. എന്നെ എപ്പോഴും പലപ്പോഴും ഒരു ബോക്സിൽ എന്നെ ഇടാതെ, അതായത് ഇയാൾ ഇത് മാത്രമേ ചെയ്യുള്ളൂ എന്നല്ലാണ്ട്. ഇപ്പോൾ ഞാൻ അവസാനം ചെയ്ത പടം ബ്രിഡ് ഷൈഡിൻ്റെ പടമാണ്. അതൊരു ഹ്യൂമറാണ്, ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറാണ്. സ്പാ എന്നാണ് പടത്തിൻ്റെ പേര്. ഹ്യൂമറസ് ക്യാരക്ടറാണ്. അങ്ങനെ എല്ലാത്തരം റോളുകളും ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നതാണ്. എനിക്കങ്ങനെ ഒരു ലിമിറ്റേഷനായി തോന്നിയിട്ടില്ല. അപ്പോൾ അവിടെ ഇവിടെ അല്ലാത്തത് കൊണ്ട് പുറത്ത് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഒന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.